പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ദിമാകെ സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം തമ്മിൽ ശക്തിയും ബലനും ജീവനും തന്നതിനായി സ്തോത്രം. ഇങ്ങനൊരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ, അതിനായി സ്തോത്രം. ഇന്നലെ രാത്രി മുഴുവനും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം സ്വർഗത്തിന്റെ കലവറ തുറന്നു. നിന്റെ കൈ ഞങ്ങളെ പിടിച്ച് നടത്തി. ഒരമ്മയെ പോലെ ഒരു അപ്പനെ പോലെ ഞങ്ങളെ താലോലിച്ചു, പരിപാലിച്ചു, സൂക്ഷിച്ചു നടത്തി വന്ന എല്ലാ വിധങ്ങൾക്കാകെ സ്തോത്രം. ഒരു നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നല്ല കൂട്ടാളിയായി, നല്ലൊരു പങ്കാളിയായി, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി ഞങ്ങളോടുകൂടി ഇരുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോട് തന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ പൊന്മുഖത്ത് ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യമേറിയ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ പ്രാർത്ഥന പറ്റുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞവരെ വാഴ്ത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1166 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് വായിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അനുദിനവും നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന മൂലമായി ശക്തി പ്രാപിക്കുന്നു. ദാനിയേലെ പോലെ നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങി കാണും. നിങ്ങളുടെ ജീവിതത്തിലും ഒരു ജീവനുള്ള ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങൾ ആരംഭിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ ഇപ്പൊ വിടുതലും കൂടെ പ്രാപിച്ചു കാണും. കിട്ടത്തിന്റെ മധ്യ പകുതിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിശ്ചയം അനേകരുടെ ജീവിതത്തിൽ വിടുതലും പ്രാപിച്ചു കാണും. നിങ്ങളത് മറച്ചു വയ്ക്കരുത്, മൂടി വയ്ക്കരുത്. മലയാളികൾക്ക് അങ്ങനെ ചിലർക്കൊരു സ്വഭാവമുണ്ട്. ദൈവം ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നവരുണ്ട്. അത് ചെയ്യരുത്. ദൈവം ചെയ്ത് ചെറുതോ വലുതോ അത് വിളിച്ചു പറയണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിലേ ദൈവം ചെയ്ത അത്ഭുതം അല്ലെങ്കിൽ വിടുതൽ സുഖം നിലച്ചിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം അത് തന്നത് അങ്ങനെ തന്നെ അങ്ങ് എടുക്കും. അത് നിങ്ങൾ ചിന്തിക്കണം. മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുരുടനെ കണ്ടുള്ള ശിഷ്യന്മാർ എന്താ ചോദിച്ചത്? ഇവൻ ഇങ്ങനെ കണ്ണ് കാണാത്ത ഒരു കുരുടനായി ജനിക്കാൻ കാരണം ഇവന്റെ അപ്പൻ ചെയ്ത കുറ്റമോ അമ്മ ചെയ്ത കുറ്റമോ ഇവൻ ചെയ്ത കുറ്റമോ എന്ന് വെച്ചപ്പോൾ യേശു ഇതൊന്നും അല്ല, എൻ്റെ നാമം മഹത്വമെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും ഓരോ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും എന്തിനാ വരുന്നത്? ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാൻ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം മറ്റുള്ളവർ കാണിക്കാൻ. ദാനിയേലിന് അതുകൊണ്ടാണ് ഇതെല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഇല്ല, ദാനിയേലിക്ക് അവൻ ആവശ്യമില്ല. അവനെ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവനെ ആരും ഒന്നും അറിയത്തില്ല. ഇനിയാണ് ദാനിയേൽ ആരാന്നുള്ളത് ബോധ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ രഹസ്യമായിട്ട് രഹസ്യ അറയിലാണ് ഇപ്പൊ പബ്ലിക്കില് രാജ്യം മുഴുവനും ദേശം മുഴുവനും എത്ര വർഷമായി ദാനിയേൽ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ അതല്ല ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ വിളക്ക് അണയത്തില്ല, അവന്റെ ജീവിതം മങ്ങിപ്പോകത്തില്ല. അവൻ ലോകം അറിയുന്ന ഒരു അത്ഭുത സാക്ഷിയായി ദൈവനെ മാറ്റും. ഇതാണ് സത്യം. ഓക്കെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വാക്ക് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ്. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്നു. രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റി കൂടാതെ എന്നിങ്ങനെയാകുന്നു മേത്യരുടെയും പാർശ്യരുടെയും നിയമം എന്ന് ബോധ്യം ആയിരിക്കണം എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. ഇത് ഒരു മര്യാദയോട് സംസാരിക്കുന്ന വാക്കല്ല. രാജാവിനെ വിരട്ടുകയാണ്, രാജാവിനെ പേടിപ്പിക്കുകയാണ്. മനസ്സിലാക്കിക്കോണം, ഇതെന്തുവാന്ന് മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞ് രാജാവിനെ ഇങ്ങനെ വിറപ്പിക്കുകയാണ്. പക്ഷേ നല്ല ചിന്തിക്കണം. അത് കേട്ട ഉടനെ രാജാവും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യത്തിൽ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി ദാനിയേൽ വേണ്ട, ഇനിയും ദാനിയേൽ ഇല്ല. അവന്റെ തലവേദന മാറി. ഇനി അവൻ മൂലം നമുക്കൊരു പ്രശ്നമില്ല. നമുക്കിഷ്ടം പോലെ നമ്മുടെ ദേശത്തിലെ രാജാവിനെയും കളിപ്പിക്കാം. സമ്മതം കടിച്ച രാജാവിനെയും കൊണ്ട് നമ്മൾ സിംഹത്തിന്റെ വായിലിടാം. അങ്ങനെയൊക്കെ ഇവന്മാര് പ്ലാൻ ഇട്ട് ഒരുപാട് പദ്ധതി എല്ലാം റെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവന്മാരുടെ പ്ലാനിങ് എല്ലാം ഭയങ്കരമാണ്. ഈ ദാനിയേൽ അതിന് മുട്ടുകട്ടയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദാനിയേൽ അവർക്ക് തടസ്സമായിരുന്നു. അവനെ ക്ലോസ് ചെയ്താൽ നമുക്കിഷ്ടം പോലെ ജാളിയായിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ള താല്പര്യത്തോടാണ് അവൻ ഇട്ട് കളഞ്ഞത്. അവന്മാര് കളഞ്ഞു. ഈ ലോകം കളയുന്നതിനെയാണ് ദൈവം തേടുന്നത്. അത് നിന്റെ അപ്പൻ നിന്നെ കളഞ്ഞു കാണും, നിന്റെ അമ്മ നിന്നെ കളഞ്ഞു കാണും, നിന്റെ ഭർത്താവ് നിന്നെ കളഞ്ഞു കാണും, നിന്റെ ഭാര്യ നിന്നെ കളഞ്ഞിട്ട് പോയി കാണും, കുഞ്ഞുങ്ങൾ കളഞ്ഞു കാണും, നാട്ടുകാരും വീട്ടുകാരും സഭക്കാരെല്ലാം നിന്നെ കളഞ്ഞു കാണും, ഡോക്ടർമാരും വേണ്ടാന്ന് പറഞ്ഞ് നിനക്ക് ചീട്ടെഴുതി നിന്നെ കളഞ്ഞു കാണും. പക്ഷേ ഈ കളയുന്നതിനെയാണ് ദൈവം തേടി വരുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ എന്തോ വിളിച്ചു പറയുന്നത്? രാജാവിന്റെ കൽപ്പനയാൽ
അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ഉടനെ രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ആ സമയത്ത് അവസാനമായി ദാനിയേലോട് രാജാവ് സംസാരിക്കുക. എന്തുവാ സംസാരിച്ചത്? രാജാവ് അവിടെ പറയുന്ന കണ്ടോ? ദൈവത്തിന് സ്തോത്രം. രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. എത്ര പേര് ആമീൻ പറയാൻ തയ്യാറായിട്ടുണ്ട്? എത്ര പേര് ഗ്ലോറി പറയുന്നു, കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു? എനിക്ക് അറിയത്തില്ല. ദൈവം പറയാണ് നീ ഇടവിടാതെ രാജാവ് പറയാം നീ ഇടവിടാതെ ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അങ്ങനെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടോ? അവിടെ അവസാനം പറയുന്നത് നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് രാജാവിന്റെ കൽപ്പന. രാജാവ് വിശ്വാസത്തോട് പറഞ്ഞിട്ട് രാജാവ് ഉറങ്ങിയിട്ടില്ല. അടുത്തത് പിന്നെ നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ നശിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ തകരത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ കൈവിട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ നഷ്ടം പോലെ തോന്നും, നഷ്ടം വരത്തില്ല. എല്ലാം കൈവിട്ടു പോയി അവൻ തനിച്ച് ഒരു തനി മരമായി നിൽക്കുന്ന പോലെ തോന്നും. ഇല്ല, അവൻ പൊട്ടി മുളച്ച് മറുപടിയും തുളിർവിട്ട് വരും. ഇതാണ് സത്യം. നമ്മുടെ കേരളത്തിലെല്ലാം റബ്ബർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വേനൽക്കാലം വരുമ്പോൾ എല്ലാ ഇലയും അങ്ങോട്ട് വീണിട്ട് ആ മരത്തിന്റെ ഇതെല്ലാം കണ്ടാൽ ഉണങ്ങിയ കുച്ചി പോലെ കൊള്ളി പോലെ നിൽക്കും. നമ്മൾ അയ്യോ ഇത് അറിയത്തില്ലാത്തവർ നോക്കിയാൽ പറയും അയ്യോ ഇത്രയും മരങ്ങൾ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നല്ലോ, ഇതെന്തുവാ, ഇത് വെട്ടി വിറകിനിടാവല്ലോ, അടുപ്പിലിടാവല്ലോ പറയും. കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ അത് മെല്ലെ അങ്ങോട്ട് തുളിർ വിട്ടിട്ട് അതങ്ങോട്ട് പടർന്ന് അങ്ങോട്ട് നിൽക്കുന്നത് കാണും. ദൈവത്തിന് സ്തോത്രം. എന്തുമാത്രം പാലാ നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അതേപോലെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം എല്ലാം തകർന്നതുപോലെ തോന്നും. ഇവന്മാര് വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുക. നിന്നെ ഇനിയും വേണ്ടാടാ, നീ ഞങ്ങൾക്ക് തലവേദനയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നീ വേണ്ട ഞങ്ങൾക്ക്. വലിച്ചെറിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനോട് ഇറങ്ങി വരികയാണ്. രാജാവ് മൂലമായി പറയുക, ദാനിയേലേ നീ ഇടവിടാമൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവം നിന്നെ കൈവിടത്തില്ല, നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും എന്നുള്ള ബോധ്യത രാജാവിന് ഉണ്ടായിരുന്നു. അങ്ങനെങ്കിൽ ഈ രാജാവ് ഒരു നല്ല ദൈവഭയമുള്ള മനുഷ്യനാണ്, ആരാധനയെ രുചിച്ചവനാണ്, ആരാധനയുടെ മഹത്വം അനുഭവിച്ചവനാണ് ഈ രാജാവ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നല്ല ബോധ്യതയുള്ളവനാണ് ഈ രാജാവ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും കണ്ട് ബ്രദർ, പാസ്റ്റർ, അപ്പച്ച അല്ലെ അമ്മച്ചി, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? നിങ്ങൾ മുട്ടേ നിൽക്കുന്നവരല്ലേ? നിങ്ങൾ ബന്ധക്കോസുകാരല്ലേ? കൈയടിച്ച് ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഡോക്ടറുടെ റിപ്പോർട്ട് കണ്ടോ? കോർട്ടിന്റെ അതേ നോട്ടീസ് കണ്ടോ? ബാങ്കിന്റെ ജപ്തി നോട്ടീസ് കണ്ടോ? നിന്റെ ജോലി പോയെന്ന് പറഞ്ഞ് നിന്റെ മാനേജർമാർ അധികാരികൾ കൊടുത്ത ലെറ്റർ കണ്ടോ? ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സകല നാശങ്ങളും സകല പരാജയങ്ങളും തോൽവികളും കണ്ട് എന്തിന് നിങ്ങൾ പേടിക്കുന്നു? ഒരു രോഗം ശരീരത്തിൽ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഈ ശരീരം ആരുടെയാണ്? ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ആരാണ് ഇതിനു വേണ്ടി ജീവൻ കൊടുത്തിരിക്കുന്നത്, വില കൊടുത്തിരിക്കുന്നത്? ഈ ശരീരം ആർക്ക് സ്വന്തം? അതിനൊരു യജമാനനില്ലേ, ഒരു സ്വന്തക്കാരനില്ലേ? അങ്ങനെ നോക്കത്തില്ലേ? നിശ്ചയം നോക്കും. ആ ബോധ്യത നിങ്ങൾ കൊണ്ടോ? ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് കാണുമ്പോഴത്തേന് അലറുകല്ലേ? അലറരുത്. വിശ്വാസത്തിൽ ബലപ്പെടുക, ധൈര്യമായി നിൽക്കുക. നീതിമാൻ പതറത്തില്ല. ആമേൻ. ദുർചെയ്തി കേൾക്കുമ്പോൾ നീതിമാൻ പതറത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണം. എന്റെ ദൈവം എന്റെ ആരാധന അംഗീകരിക്കുന്നവനാണ്, എന്റെ ആരാധന കേൾക്കുന്നവനാണ്, എന്റെ ആരാധന രുചിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം? എന്റെ ആരാധന എന്നെ വിടുവിക്കും. ആരാധിക്കുന്നവനാ ധൈര്യമുണ്ട്. ഇപ്പൊ പറഞ്ഞ് നോക്കിക്കോണേ, ദാനിയേലെ എടുത്ത് വാരി അങ്ങോട്ട് കൊണ്ടുപോകുമ്പം നമ്മളെല്ലാം കരഞ്ഞ് പിച്ചും പെയും പറഞ്ഞ് എന്നെ വിട്ടേര്, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ആ ദൈവത്തെ ശപിച്ചു. ഇവനൊരു ദൈവമാണോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു, ഇത്രയും ധൈര്യമായിരുന്നു, ഇത്രയും വലിയ രാജാവിന്റെ ഒരു നിർദ്ദേശം വന്നപ്പോഴും അതേയും ഞാൻ ഉടച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ വിടുവിക്കേണ്ടതല്ലേ? ഇവന്മാരെല്ലാം കണ്ണ് കാണാതെ കുരുടായി കാല് വീണ് ചത്തുപോകേണ്ടതല്ലേ? ഈ സിംഹമല്ല എനിക്ക് മുന്നേ ചാകേണ്ടതല്ലേ? ഇങ്ങനെ ഒരു ആവലാതിയും ദാനിയേൽ പറഞ്ഞിട്ടില്ല. കൊണ്ടിടറാന്നാ പറയുന്നേ, കൊണ്ടിടറാന്നാ പറയും. ഇന്ന് 100 സിംഹം കൂടെ ഇറക്കടാ, കൊണ്ടിടറാന്നാ പറയും. എന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ആരാധിക്കുന്നവനാണ്. ആരാധിക്കുന്നവൻ ഇന്നലെ പറഞ്ഞല്ലോ തീക്കനലാ കേട്ടോ. തീക്കനലാണ് അവൻ. ആരാധനയുടെ വീരൻ തീക്കനൽ. അവനെ തൊടുന്നവൻ കരിയും.
അവന്റെ അരികത്ത് വന്നാൽ ആ തീ അവനെ ചുട്ടരിക്കും. അതാണ് ശാദ്രാക് മേശാക്ക് ആബേദ്നേഗോവിന്റെ ചരിത്രം നമ്മൾ കാണുന്നത്. അമ്മാരെ വാരി എടുത്തോണ്ട് പോയമാർ എന്ത് ചെയ്യേ? തീക്കകത്ത് ചാരമായി ചാമ്പലായി പോയില്ലേ? ഒരു എല്ലിന്റെ പീസ് പോലും ഇല്ലാതെ പോയില്ലേ? അവന്മാർക്കൊരു കേട് വന്നില്ല. ആരാധിക്കുന്നവനെ തൊട്ട് കളിക്കരുത്. ആരാധന വീരന്മാരുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ പ്ലാൻ ഒന്നും അവന്റെ അടുത്ത് നടക്കത്തില്ല. നിന്റെ പദ്ധതികളൊന്നും അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നീ എന്ത് ചെയ്താലും നീ നശിക്കുന്നതല്ലാതെ ആരാധിക്കുന്നവൻ നശിക്കത്തില്ല. ആരാധിക്കുന്ന ഭവനം, ആരാധിക്കുന്ന ദൈവസഭ, ആരാധിക്കുന്ന ദൈവമക്കൾ, ആരാധിക്കുന്ന വ്യക്തികൾ തകർന്ന ചരിത്രം ഇല്ല, തകരത്തില്ല. ഇതാണ് സത്യം. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധന അങ്ങോട്ട് ശക്തിയായി അങ്ങോട്ട് ആരാധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും പരാജയപ്പെടത്തില്ല, നിങ്ങൾ തകരത്തില്ല, നശിക്കത്തില്ല. നിങ്ങൾക്കൊന്നും പേടിക്കണ്ട. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഈ വചനങ്ങളെ ധ്യാനിക്കുവാൻ, ആരാധന വീരനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് സന്തോഷിക്കുവാൻ, ഞങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്തുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ, ഒന്ന് ഞങ്ങളെ തിരിഞ്ഞ് ഞങ്ങളെ നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ഞങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്. ചെറിയ ചെറിയ വിഷയത്തിൽ നമുക്കെല്ലാം പതറിപ്പോകുന്നു. ഒരു ചെറിയ കഷ്ടം വന്നാൽ ഇന്ന് ഫെയ്ത്തോമിൽ പോകുന്നില്ല, ഇന്ന് ആരാധന വേണ്ട, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, എന്തിനാ ഉപവാസം വേണ്ട, എന്തോ പ്രാർത്ഥിച്ചെന്തോ നമുക്ക് ലഭിച്ചത്, പ്രാർത്ഥിച്ചെന്തോ നമുക്ക് നന്മ, എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തിന് എന്തിനാ കൊടുക്കുന്നത്, കൊടുത്തിട്ട് നമുക്ക് കടമല്ലേ, നമുക്ക് ഭാരമല്ലേ, നമുക്ക് രോഗമല്ലേ, എനിക്കെന്തിനാ ഈ രോഗം വന്നത്, ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഞാൻ ദൈവത്തിന്റെ പൈതലല്ലേ, ദൈവത്തിന് വേണ്ടി ഓടുന്നവനല്ലേ, അധ്വാനിക്ക്, എനിക്കെന്തിനാ ഈ രോഗം വന്നത്? എന്തിനാണെന്നറിയാമോ? നിന്നിലൂടെ കർത്താവ് ആരാന്നുള്ളതെ ബോധ്യപ്പെടുത്താൻ. ഇപ്പൊ ദാനിയേൽ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ ഉക്കാന്ന് കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ അത് കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇന്നും ദാനിയേലിന്റെ ഈ സ്റ്റോറി വിളിച്ചു പറയാൻ കാരണം എന്തുവാ? ലോകമെമ്പാടും അറിഞ്ഞു കഴിഞ്ഞു പ്രാർത്ഥനാ വീരനാണ് ദാനിയേൽ എന്നുള്ള വിഷയം. പ്രാർത്ഥിക്കുന്ന വീരനാണെന്ന്, അവനെ സിംഹത്തിന്റെ വായിൽ ദൈവം രക്ഷിച്ചു എന്നുള്ളത് ലോകമറിഞ്ഞ സംഭവം. അങ്ങനെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ്, നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നു, ദൈവം അത് പരസ്യത്തിൽ കൊണ്ടുവരും. നിങ്ങൾ മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്നു, അത് നിങ്ങളുടെ മുറിയുടെ മേളിൽ അത് ഘോഷിക്കും. അതുപോലെ കർത്താവ് അത് വെളിയെ കൊണ്ടുവരും, അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ തളരരുത്, നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തോടുള്ള ആ എല്ലാ കൂട്ടായ്മയും ഇന്ന് ഒന്നുകൊണ്ട് ശക്തിപ്പെടണം, ബലപ്പെടണം. നിന്റെ സ്തുതി, നിന്റെ ആരാധന, നിന്റെ ആത്മാവിന്റെ നിറവ്, നിന്റെ ബൈബിൾ റീഡിങ്, കർത്താവിന് കൊടുക്കുന്നത്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, കർത്താവിന് വേണ്ടി ഓടുന്നത്, അധ്വാനിക്കുന്നത് എല്ലാം ഒന്നുകൂടെ ഒന്ന് പുതുപ്പിച്ച് ഒന്ന് ബലപ്പെടുത്തി ഇന്നും കുറച്ചുകൂടെ അധികമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം, തോൽവികൾ അതുപോലെ വരും. എല്ലാം നിങ്ങൾക്കെതിരായി തോന്നും, എല്ലാവരും നിങ്ങളെ കൈവിട്ടതുപോലെ തോന്നും, എല്ലാം നശിച്ചു തകർന്നതുപോലെ തോന്നും. പക്ഷെ ഒന്നും കൈവിട്ട് പോകത്തില്ല. ആരാധിക്കുന്നവന് വിടുതൽ, ആരാധനയിൽ അത്ഭുതം നടക്കും, നിശ്ചയം അത്ഭുതം നടക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അതുപോലെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. 120 പേരുകൾ ആരാധിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അതുപോലെ കർത്താവ് അത് ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ലജ്ജിക്കരുത്, ക്ഷീണിക്കരുത്, പരാജയപ്പെട്ടു പോകരുത്, പുറമോട്ട് പോകരുത്. വീരനായി നിൽക്കണം, വെല്ലുവിളിക്കണം, പിശാചിനെ വെല്ലുവിളിക്കണം, സ്തോത്രത്തിന് യാചരിക്കണം. സ്തുതിയിലും ബലത്തിലും, സ്തുതിയിലും പ്രാർത്ഥനയിലും നിങ്ങൾ ബലപ്പെട്ട് നിൽക്കണം, മുട്ടേ നിൽക്കണം, കതറണം, കരയണം. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. പക്ഷേ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ, ഈ ആലോചന കേൾക്കുന്നവരെല്ലാവരും ഒന്ന് ബലപ്പെടട്ടെ, ഒന്ന് ശക്തി പ്രാപിക്കട്ടെ, അവർ എഴുന്നേൽക്കട്ടെ, കർത്താവിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കട്ടെ. പക്ഷേ മുട്ടയിൽ നിന്ന് സ്തുതിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ അവർക്ക് നല്ല ഒരു കൃപ കൊടുക്കണമേ. ഒരുത്തരും തകരരുത്, ഒരുത്തരും നശിക്കരുത്. രോഗികളായിട്ടുള്ളവരുണ്ട് പച്ച, മെഡിക്കൽ റിപ്പോർട്ടുകൾ വാങ്ങി വേദനിക്കുന്ന കലങ്ങുന്നവരുണ്ട് പച്ച, കടബാധ്യതയുള്ളവരുണ്ട് പച്ച, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, വിവാഹങ്ങൾ തടസ്സങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സകലവും നഷ്ടപ്പെട്ട് തകർന്ന കുഞ്ഞുങ്ങളുണ്ട് പച്ച, എല്ലാം തരിപ്പണമായി പോയവരുണ്ട് പച്ച. ഒരുത്തരും ലജ്ജിക്കുവാൻ, ഒരുത്തരും നാണിക്കുവാൻ, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. ദാനിയേലിനെ കണ്ട് പഠിക്കട്ടെ പച്ച. എന്ത് വന്നാലും എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല, എന്റെ അപ്പച്ചനെ വിട്ട് ഞാൻ പോകത്തില്ല. എന്റെ ദൈവത്തിന്റെ ഹിതമല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. എന്റെ അപ്പച്ചന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, എന്റെ അപ്പച്ചന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ആ ചിന്തയോട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തിട്ട്, ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. തലമുറയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷകൾ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ ജോലിയിൽ കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ.
നിങ്ങളുടെ ഭവനം പൊളിഞ്ഞു പോകാതെ ദൈവം പണിത് എഴുന്നേൽപ്പിക്കട്ടെ. നിങ്ങളുടെ കൈവിട്ടു പോയതെല്ലാം തിരിച്ചു വരട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം 2-3 മടങ്ങുകളായി തിരിഞ്ഞു വരട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കട്ടെ. നിങ്ങൾക്ക് ബലഹീനമാണോ? ദൈവം ഈ ദിവസത്തിൽ ഒരു ഭയങ്കര ശക്തി, ബലം നിങ്ങളുടെ ശരീരത്തിൽ ദൈവം തരും. ക്ഷയിച്ചു പോയ അസ്ഥികൾ, നരമ്പുകളെല്ലാം ബലം പ്രാപിക്കും. നിങ്ങളുടെ ശരീരത്തിലെ മുഴകളെല്ലാം ഉരുകിപ്പോകും. എല്ലാ ക്യാൻസർ ഉരുകി, അത് മെഴുകുതിരി പോലെ ഉരുകിപ്പോകും. എല്ലാ ക്യാൻസറിന്റെ മുഴകളും കാണാതെ പോകും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സകല രോഗത്തിനും സകല പ്രശ്നത്തിനും എന്റെ ദൈവം പരിഹാരിയാണ്. നീ വിളിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, ഇടപെടാതെ നീ ആരാധിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും എന്നാണ് രാജാവ് അവിടെ പറഞ്ഞ വാക്കുകളുടെ എത്രമാത്രം ശക്തമായിട്ടാണ് പറഞ്ഞത്. രാജാവ് തന്റെ ദൈവത്തിന് സ്തോത്രം എത്ര മാത്രം ദാനിയേലിനെ ദൈവത്തിന് സ്തോത്രം അവിടെ പറയുന്നത്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, നീ ഇടപെടാതെ സേവിച്ചു നിന്റെ ദൈവം, നീ ഇടപെടാതെ സേവിച്ചു നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. നിന്നെ രക്ഷിക്കുമെന്ന് ഇടപെടാതെ നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ ഈ ക്യാൻസറിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന്, ഈ ബലഹീനത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന്, ഈ ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്നെ കർത്താവ് രക്ഷിക്കുമെന്ന്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നും നിന്നെ തകർക്കുവാൻ, നശിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്, ദൈവം കൈവിടത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് വിളിച്ചു പറയാൻ പറ്റുമോ? എന്റെ ദൈവമേ, എന്റെ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു വിളിച്ചു പറയാൻ പറ്റുമോ? വിളിച്ചു പറയാം. ദൈവാത്ഭുതം പ്രവർത്തിക്കും. കർത്താവേ, നീ പ്രാർത്ഥനയായി സ്തോത്രം, ഇതിനു വേണ്ടി എന്നെ ഒരുക്കനായി സ്തോത്രം, ശക്തീകരിച്ചനായി സ്തോത്രം, ബലനന്ദനായി സ്തോത്രം. ഇത് നിമിത്തം സകല മഹത്വം തിരുമേനിക്ക്, സകല മഹത്വം തിരുമേനിക്ക് അതിനെ താഴ്ത്തുന്നു. നിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. നിശ്ചയമാക ഈ പ്രാർത്ഥന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവർക്ക് നടക്കുന്നു, ഏറ്റെടുക്കുന്നവർക്ക് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളതെനിക്ക് അറിയിക്കണം. അത് മാത്രമല്ല, ഈ വരുന്ന ശനിയാഴ്ച, 2ാമത്തെ ശനിയാഴ്ച രാവിലെ 9:30 മണി തൊട്ട് 1 മണി വരയ്ക്കും നമ്മുടെ മെയിൻ ചർച്ചിലെ, മിറാക്കിൾ ഏജ് ചർച്ചിലെ ഭവനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടി ഒരു വിശേഷ പ്രാർത്ഥനയുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി, കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ വരാം, ഇല്ലാത്തവർ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു വയ്ക്കാം. അവിടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അനേക ഭവനങ്ങൾ വന്ന് വിടുവിക്കപ്പെടുകയാണ്. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾக்கலாம். ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച മുഴുവൻ എനിക്ക് കൺവെൻഷനാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് 3 ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ മാസത്തിലെ ആ കൺവെൻഷനെല്ലാം കർത്താവിനെ ശക്തീകരിക്കണം. എനിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുക. എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ബലപ്പെടുത്തിട്ട് കർത്താവ് നടത്തിട്ട്. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.